ബലം പ്രയോഗിച്ച് പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നീക്കുകയാണ് GCDA ചെയർമാന്റെ മുറിയിൽ നിന്ന്. GCDA ചെയർമാന് ഈ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായി അറിയേണ്ടത്. കാരണം കോർപ്പറേഷനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട്, നിയമപരമായി ചട്ടമനുസരിച്ച് അനുമതി നൽകേണ്ട കോർപ്പറേഷനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് മേയറെ പോലും കൃത്യമായി മാധ്യമപ്രവർത്തകർ എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകർ കെ ചന്ദ്രൻപിള്ളയിൽ നിന്ന് കൂടുതൽ പ്രതികരണം തേടാൻ ശ്രമിക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തകരോടും പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിഷേധക്കാര് റിയ അവിടെയുണ്ട്, റിയ ബേബി ഉണ്ട്. റിയ, അപ്രതീക്ഷിതമായാണോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് കടന്നു വന്ന് വലിയ പ്രതിഷേധം ഉണ്ടാക്കിയത്? അവർ ചന്ദ്രൻപിള്ളയുടെ തൊട്ടടുത്ത് വരെ എത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് യോഗം നേരത്തെ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. GCDA ചെയർമാൻ, MLA KJ മാക്സി, MLA ശ്രീനുജൻ അടക്കമുള്ളവർ ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അതിനിടയിലേക്കാണ് ഏതാണ്ട് 10ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി കയറിയത്. ആ സമയത്ത് ഇതിന്റെ എൻട്രൻസ് തുറന്നു കിടക്കുകയായിരുന്നു. സാധാരണ അങ്ങനെ തന്നെയാണ്. അതിലൂടെ കയറി വന്നവർ അകത്തേക്ക് കയറി ഈ യോഗം നടക്കുന്ന മുറിയിലേക്ക് കയറുകയും GCDA ചെയർമാൻ, MLA അടക്കമുള്ളവരെ ഉപരോധിക്കുകയുമായിരുന്നു. അവർ പ്രധാനമായി മുന്നോട്ട് വെച്ചത് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് സ്റ്റേജിന് അനുമതി കൊടുത്ത് GCDAക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഈ ഉപരോധം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇതിനകത്തേക്ക് കയറുകയും ചെയ്തത്. ആ സമയത്ത് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല. സാധാരണ നടക്കുന്ന യോഗമാണ്. പക്ഷേ തൊട്ടടുത്ത് അമ്മ സംഘടനയുടെ കുടുംബയോഗം നടക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധം അറിഞ്ഞ ഉടനെ അവിടെ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടേക്ക് എത്തുകയും ഈ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷേ അപ്പോഴേക്കും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ യോഗം നടക്കുന്ന, അതായത് ചേംബറിനകത്തിരുന്ന് കുത്തിയിരുന്ന് ഉപരോധം സൃഷ്ടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധം തുടരുകയും ചെയ്തു. ഇതിൽ പിന്നീട് പോലീസ് എത്തി ബലം പ്രയോഗിച്ച് ഈ പ്രവർത്തകരെ പുറത്തേക്ക് നീക്കുകയായിരുന്നു. അപ്പോഴും അവർ പ്രതിഷേധം തുടർന്നു. അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതാണ്: ഇങ്ങനൊരു തട്ടിക്കൂട്ട് സ്റ്റേജ് നടത്തി MLAക്ക് ഇത്രയും ഗുരുതരമായ പരിക്കുണ്ടാകാൻ ഇടയാക്കിയത് GCDAയുടെ അലംഭാവമാണ്. അതിനെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധമെന്ന് പറഞ്ഞു. അവർ GCDA ചെയർമാനെയും MLAയും ഒക്കെ പ്രതിഷേധത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ഈ സംഭവത്തിലുള്ള പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എറണാകുളം സെൻട്രൽ AC അടക്കം സ്ഥലത്തെത്തുകയും ഈ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തു. ഏതാണ്ട് 10ഓളം ആളുകളാണ് ഇവിടെ പ്രതിഷേധവുമായി എത്തിയത്. എന്തായാലും ഈ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആദ്യ പ്രതിഷേധം എന്ന നിലയിൽ ഇതിനെ കാണണം. ഈ ഉമാ തോമസ് MLAക്ക് അപകടമുണ്ടായി പരിക്കേറ്റ സംഭവത്തിന് ശേഷം കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്ന ആദ്യ പ്രതിഷേധം എന്നതുകൂടിയാണ് ഇതിനെ കാണേണ്ടത്. പലതരത്തിലുള്ള വിയോജിപ്പുകളും പ്രസ്താവനകളും ഒക്കെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. പക്ഷേ നേരിട്ട് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നത് ആദ്യമാണ്. അതാണിപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഈ പ്രതിഷേധത്തെക്കുറിച്ചും മറ്റും GCDA ചെയർമാനോട് ചോദിച്ചിരുന്നു. അദ്ദേഹം ഒന്നും പറയാനില്ല, ഞങ്ങൾ മീറ്റിംഗ് തുടരുകയാണ് എന്ന് പറയുകയാണ് ചെയ്തത്. എന്തായാലും ഇതൊരു വലിയ പ്രതിഷേധം, അതായത് ചേംബറിനകത്തേക്ക് GCDA ചെയർമാനും MLAമാരും എക്സിക്യൂട്ടീവ് യോഗം നടത്തുന്നതിനകത്തേക്ക് കയറി വന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ഉപരോധിക്കുകയുമായിരുന്നു. ആ സ്ഥലത്തേക്ക് ഇപ്പോൾ എറണാകുളം സെൻട്രൽ AC അടക്കം എത്തുന്നുണ്ട്. ഇതിനുശേഷം അവർ മീറ്റിംഗ് തുടരുകയാണ്. അവിടേക്ക് ഇപ്പോൾ എറണാകുളം സെൻട്രൽ AC അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 10ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇതിൽ ആദ്യമായി നടക്കുന്ന ഒരു പ്രതിഷേധം എന്ന നിലയിൽ കൂടി ഇതിനെ കാണേണ്ടതുണ്ട്.